ഹായ് ഫ്രണ്ട്സ്, ജിഫി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും എഗ്ഗും സോയാ ഫ്രൈ ആണ്. നിങ്ങളിടയ്ക്കൊക്കെ ഇങ്ങനെ സോയാബീൻ വാങ്ങി വെക്കും, ഇതേപോലെ പല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയെ. മോൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങി വെക്കുന്നതാണ്. അപ്പോൾ മോൾ പറയുമ്പോൾ രാത്രി ഇങ്ങനെ ഓരോന്നും സ്പെഷ്യലായിട്ടും ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഉപ്പയാണ് കുക്കിങ്, ഞാൻ വീഡിയോ എടുത്ത് വെക്കും, ഇതേപോലെ ഇടാലോ. അപ്പോൾ വീഡിയോ കാണാമല്ലോ. 4 മുട്ടയാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ വെളുത്തുള്ളി, ഇഞ്ചി, വലിയുള്ളിയാണ് എടുത്തത്. പച്ചമുളകും ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ആക്കിയ ശേഷം സോയാബീനും നല്ല ചൂട് വെള്ളത്തിൽ പുതിർത്തി വെക്കുന്നുണ്ട്. ഇത് സോയാബീൻ ആവശ്യമുള്ള അതാണ്. പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയാണ്. അപ്പോൾ മറക്കണ്ട കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. ആദ്യം നമുക്ക് മുട്ട ഒന്ന് വേവിച്ചെടുക്കണേ. ഒരു പാൻ വെച്ച് ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ചൂടായ ശേഷം മുട്ട ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒഴിച്ച ശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി നല്ലോണം മിക്സാക്കി ഇതേപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതേപോലെ ഇളക്കിയെടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണേ. അങ്ങനെ മുട്ട നല്ലോണം വെന്ത ശേഷം ഈ പാൻ മാറ്റി വെക്കുന്നത്. വേറെ പാത്രമാണ് എടുക്കുന്നത്, ചെറിയൊരു വട്ട. അങ്ങനെ വട്ട ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് പൊട്ടിയിട്ടിരുന്നവരെ വെയിറ്റ് ചെയ്യണേ. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില, പച്ചമുളകും ആണ്. ഇനി പച്ചമുളകും ചപ്പും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഒന്ന് പച്ചമുളക് വാട്ടിയിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇതിലേക്ക് ഇട്ടൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് നന്നായി മിക്സാക്കി എടുക്കണേ. പിന്നെ ഇതിനാവശ്യമുള്ളത് സോയാബീനാണ്. ഇതൊന്ന് വഴറ്റിയ ശേഷം സോയാബീൻ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് സോയാബീൻ വേവിച്ചെടുക്കണേ. ഇനി ഇതിനാവശ്യമുള്ള മസാലപ്പൊടികൾ നോക്കിയാലോ. മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടിയാണ്. ആവശ്യത്തിന് ഇട്ടാൽ മതി, കുട്ടികൾക്കൊക്കെ എരിവ് ഇഷ്ടമില്ലാത്ത മക്കളായിരിക്കുമല്ലോ. മുളക് പൊടിയും കൂടെ ഇട്ട ശേഷം ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇനി ഇതിന് വേണ്ടത് പുതിനച്ചപ്പും മല്ലിച്ചപ്പുമാണ്. ഇവിടെ മല്ലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് പുതിനച്ചപ്പ് മാത്രമാണ് ഇടുന്നത്. പിന്നെ നേരത്തെ വേവിച്ച് വെച്ച മുട്ട ഉണ്ടായിരുന്നല്ലോ, അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ 2 പൊടികളും ലാസ്റ്റാണ് ചേർക്കുന്നത്. ഗരം മസാലയും ആവശ്യത്തിന് കുരുമുളക് പൊടിയും.
എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണേ. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം സോയാബീൻ എഗ് ഫ്രൈ റെഡി. അപ്പം മറക്കണ്ട കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും. താങ്ക്സ് ഫോർ വാച്ചിങ്.